ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ലക്ഷ്മണ, അരമനയിൽ നിന്ന് പക്കമേളത്തോടു കൂടിയ സംഗീതം ഉയരുന്നത് കേൾക്കുന്നില്ലേ? മൃദംഗ നിസ്വനത്തോടുകൂടി വാനരസംഘങ്ങളുടെ ആർപ്പുവിളി. കപീശ്വരനായ സുഗ്രീവന് പത്നിയെ ലഭിച്ചു. മിത്രങ്ങളുമൊത്ത് നാടു ഭരിക്കുവാൻ സാധിച്ചു. അതിശ്രീമാനായ ഭാസ്കരപുത്രൻ ആനന്ദിക്കുകയാണ് ഇപ്പോൾ. ശ്രീരാമചന്ദ്രൻ ഇത്തരത്തിൽ പലതും പറഞ്ഞുകൊണ്ട് അനുജനോടൊന്നിച്ച് പ്രസ്രവണാദ്രിയിലെ ഗുഹയിൽ സംതൃപ്ത മാനസനെ പോലെ വസിച്ചു. ആ മാമലയിൽ ഏറ്റവും സുഖവാസം ആണെങ്കിലും ശ്രീരാമനെ തികച്ചും മനസുഖം സിദ്ധിച്ചില്ല. പ്രാണാധിക പ്രിയയായ പത്നിയെ അപഹരിച്ച കാര്യം പലപ്പോഴും ഓർമ്മയിൽ പ്രകാശിച്ചു. ചന്ദ്രോദയം കണ്ടതോടെ ഒന്നുകൂടി തെളിഞ്ഞു. രാത്രിയിൽ പള്ളിക്കുറപ്പ് കിട്ടിയിരുന്നില്ല. മാത്രമല്ല, ആ സന്ദർഭത്തിലെ ദുഃഖാധിക്യത്താൽ മനസ്സിടിഞ്ഞ് കണ്ണീർ പുറപ്പെട്ടിരുന്നു. മാലിലാണ്ട രഘുപുത്രനെ തുല്യവ്യസനം എന്ന ലക്ഷ്മണൻ പലതരത്തിലും ആശ്വസിപ്പിക്കുക പതിവാണ്. പ്രഭോ, വീരവീരനായ അവിടുന്ന് വിഷാദിച്ചതു മതി. സന്തുഷ്ടനായിരിക്കണം. വ്യസനം കൊണ്ട് കാര്യങ്ങളെല്ലാം വിപരീതമായി തീരുമെന്ന് അവിടുത്തേക്ക് അറിയാമല്ലോ. ദൈവതുല്യനായ അവിടുന്ന് ആസ്തികനും ധർമ്മനിരതനും അത്യുത്സാഹിയും ആയിട്ടല്ലേ വസിക്കേണ്ടത്? രഘുകുലാരത്നമായ അവിടുന്ന് സുസ്ഥിര ഹൃദയ ആകാനാൽ ദേവിയെ അപഹരിച്ച അസുരേന്ദ്രനെ നിഗ്രഹിക്കുവാൻ ശക്തനാകാതെ വന്നേക്കും. വേരോടുകൂടി ദുഃഖത്തെ പിഴുതെടുക്കൂ. പരിജനങ്ങളോടൊത്തുചേർന്ന് ആ രാത്രിഞ്ചരനെ വധിക്കുവാനുള്ള യജ്ഞം തുടങ്ങൂ. കൊടുങ്കാടുകൾ, മാമലകൾ, മഹാസമുദ്രങ്ങൾ ഇവ ഒത്തുചേർന്ന മഞ്ഞിടത്തെ മുഴുവൻ കീഴ്മേൽ മറിക്കുവാൻ മഹാപ്രഭുവായ അവിടത്തേക്ക് സാധിക്കും. പിന്നെയാണോ ആ രാവണൻ? ഈ ലോകത്തിലെ കർമ്മയോഗിയായിരിക്കേണ്ടത് അവിടുന്നാണെന്ന് മറക്കരുതേ. ഈ മഴക്കാലം കഴിയുന്നതുവരെ കാത്തിരിക്കൂ. ശരൽക്കാലം വന്നണയട്ടെ. സുഹൃത്ത്, മിത്ര, അമാത്യന്മാരുമൊത്ത് രാവണൻ അന്ധകാലയത്തിൽ എത്തുകയായി. മഹാപ്രഭോ, സുഖസുഷുപ്തിയിലാണ്ട അവിടുത്തെ വീര്യത്തെ ഉണർത്തുക മാത്രമാണ് അടിയൻ ചെയ്യുന്നത്. വെണ്ണീർ മൂടിയ അഗ്നിയിൽ ഹവിസ് വീണാൽ ആള് കത്തുക പതിവല്ലേ? അഭ്യർത്ഥനാപൂർവകമായ ലക്ഷ്മണന്റെ വാക്കുകൾ ഹിതവും ശുഭവും അർത്ഥയുക്തവും ആയവ മഹാപ്രഭു സ്വീകരിച്ചു. സുസ്നേഹനിധിയും സഹജനുമായ സുഹൃത്തിനോട് സത്യവിക്രമിയായ ലക്ഷ്മണ, സ്നേഹസമ്പന്നനും ഹിതകാംക്ഷിയുമായ ഒരുവൻ ഇത്തരം സന്ദർഭത്തിൽ പറയേണ്ടതെന്തോ അത് നീ പറഞ്ഞു. കുമാര, കാര്യങ്ങൾ നിശേഷം നശിപ്പിക്കുന്നതാണ് അഴൽ. അതിതാ ഞാൻ തീരെ ത്യജിച്ചു കഴിഞ്ഞു. പരാക്രമത്തിന് ഒരിക്കലും തടവേകാത്ത തേജസ് ഇതാ ആള് കത്തുകയായി. നീ പറഞ്ഞതുപോലെ നദികളും സുഗ്രീവനും തെളിയുന്ന ശരൽക്കാലത്തെ കാത്തിരിക്കുകയായി. ഞാൻ ചെയ്ത ഉപകാരത്തിന് തീർച്ചയായും പ്രതിഫലകർമ്മം വീരനായ സുഗ്രീവൻ ചെയ്യാതിരിക്കുകയില്ല. സാത്വികന്മാർക്ക് ഉപകാരം ചെയ്യാതെ മനസ്സും മടുപ്പിക്കുന്നവൻ തീർച്ചയായും കൃതജ്ഞനാണ്. അഞ്ജലി ബന്ധിച്ചുകൊണ്ടാണ് ലക്ഷ്മണൻ അഗ്രജന്റെ വാക്കുകൾ കേട്ടത്. ഇങ്ങനെ തോന്നിയത് നന്നായി. ലക്ഷ്മണൻ ആത്മഗതം ചെയ്തു. സാദരം തുടർന്നു. ജ്യേഷ്ഠ, അവിടുന്ന് ഉദ്ദേശിക്കുന്നത് പോലെയാണ് കാര്യങ്ങളെല്ലാം നടക്കുക. അതിന് സംശയമില്ല. ഏറ്റ കാര്യം കപീന്ദ്രൻ ചെയ്യാതിരിക്കുകയില്ല. ഈ മഴക്കാലം കഴിഞ്ഞ് ശരൽക്കാലം വരുന്നതുവരെ ശത്രു വധോദ്യുക്തനാണെങ്കിലും അവിടുന്ന് കോപം അടക്കി അടിയനോടൊത്ത് ഇവിടെ വസിക്കൂ. സിംഹാവൃതമായ ഈ ഗിരിശൃംഗത്തിലിരുന്ന് അസുര വംശനാശത്തെ ആലോചിച്ച് കഴിച്ചുകൂട്ടാം. ബാലീവധം, സുഗ്രീവാംഗത പട്ടാഭിഷേകം എന്നിവ കഴിഞ്ഞ് മാല്യവാൻ പർവ്വത പാർശ്വത്തിൽ അധിവസിക്കുന്ന രഘുവരൻ പ്രകൃതിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് ലക്ഷ്മണനോട് വിവരിക്കുവാൻ തുടങ്ങി. അനുജ, മാമലകൾ പോലെയുള്ള കാർമേഘങ്ങൾ ആകാശത്തിൽ നിറഞ്ഞു. ആദിത്യരശ്മികളാൽ സമുദ്രജലം രസായനം പോലെ പാനം ചെയ്ത് 9 മാസം ഗർഭത്തിൽ ഇരുന്ന ശേഷം വാനിടം പ്രസവിക്കുകയാണ് മഴത്തുള്ളികളെ. മുകിൽമാലകളാകുന്ന കോണിപ്പടികളിൽ കൂടി അമ്പരതലത്തിൽ കയറി നീർമരുത്, കുടകപ്പാല എന്നിവയുടെ പുഷ്പമാല്യങ്ങൾ അർക്കനിൽ വിഷമേതുമില്ലാതെ ചാർത്താം. സിന്ദൂര ശോഭയണിഞ്ഞ സന്ധ്യാസമയത്തിൽ വെൺതുമ്പുകളോടുകൂടിയ കാർമേഘ തുണി കൊണ്ട് നഭസ് വലിയൊരു വ്രണം വെച്ചുകെട്ടിയ പോലെ തോന്നുന്നു. സായംകാലത്തിലെ അരുണവർണ്ണമായ രക്തചന്ദനം പൂശി മന്ദമാരുതനാകുന്ന നെടുവീർപ്പുകൾ ഇട്ട് കാറിൻ്റെ വിളർപ്പേന്തിയ വിഹായുസ് കാമാർത്തനെ പോലെ ഇരിക്കുന്നത് നോക്കൂ. ലക്ഷ്മണ, അത്യുഗ്ര വേനൽ കൊണ്ട് ചുട്ടുപഴുത്തതിൽ വർഷബിന്ദുക്കൾ പതിക്കുമ്പോൾ മഹീതലം സീതയെപ്പോലെ ബാഷ്പം തൂകുന്നു. സൗഗന്ധിക സുഖ ശീതളമായി കൈതപ്പൂ മണം ഏന്തി മേഘോദരത്തിൽ നിന്നുവരുന്ന കാറ്റിനെ
കൈക്കുടന്നയാൽ കോരി കുടിക്കുവാൻ തന്നെ സാധിക്കും. കേതകി പുഷ്പ പരിമളത്തോടു കൂടിയ ഈ കൊടുമുടി ശത്രുഹന്താവായ സുഗ്രീവന് എന്ന പോലെ അഭിഷേകം ഏകുന്നു. കാർമുകിൽ മാലയാകുന്ന മാൻതോൽ, ചോലകളാകുന്ന പൂണനൂൽ എന്നിവ ധരിച്ച ഈ അദ്രിരാജന്റെ ഗുഹകളിൽ കാറ്റടിക്കുമ്പോൾ അന്തണവര്യന്മാരുടെ വേദോച്ചാരണം പോലെ തോന്നുന്നു. കനക ശലാക പോലെയുള്ള മിന്നലാകുന്ന ചമ്മട്ടി അടി കൊണ്ട് വേദനിച്ചു പൊളയുന്ന ആകാശം ഇടിനാദത്താൽ മുരളുന്നത് കേൾക്കൂ. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.